നമസ്കാരം. നിങ്ങളുടെ വയറിന് ചുറ്റും അമിതമായിട്ട് കൊഴുപ്പടിഞ്ഞു കൂടുന്നുണ്ടോ? പ്രസവശേഷമായാലും വയറ് കുറയുന്നില്ല എന്നുള്ള പ്രശ്നം അലട്ടുന്നവരാണ്. അതുപോലെ പുരുഷന്മാർക്കായാലും വയറിന് ചുറ്റും കുടവയറ് വരുന്നു എന്നുള്ളതും അതുപോലെ ഒബീസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം എന്നുള്ള പ്രശ്നമൊക്കെ നിങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള വീഡിയോ ആണ്. ഞാൻ ഡോക്ടർ സജിത ദിജിൻ. ഇതിൽ നമ്മൾ നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ കാണുന്ന പാഴ്ചെടി എന്ന് വിശ്വസിച്ച് വന്നിരുന്ന ഈ ഒരു ചെടിയെ നിങ്ങൾ ചെത്തിക്കളയാൻ വരട്ടെ. ഇത് മുത്തങ്ങ അല്ലെങ്കിൽ മുസ്ത എന്ന് സംസ്കൃതിയിൽ പറയും. സൈപ്രസ് റോട്ടുണ്ടസ് എന്നുള്ളതാണ് ശാസ്ത്രീയ നാമം. ഇതിനെ നട്ട് ഗ്രാസ് എന്നുള്ള ഇംഗ്ലീഷ് നെയിമിൽ ഈ രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു പുല്ലാണെന്ന് സംശയിച്ച് ചെത്തിക്കളയരുത്. ഇതിൻ്റെ കിഴങ്ങ് അല്ലെങ്കിൽ വേരാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇത് ഏത് രീതിയിൽ ഉപയോഗിച്ചാലാണ് ഇതുപോലുള്ള ഗുണങ്ങൾ എന്നും അതിന് പുറമെ ഇത് മറ്റ് പല പ്രശ്നങ്ങൾക്ക്, നിങ്ങൾക്ക് ദഹന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ചില ഹെർപ്പീസ് പോലും എക്സിമ പോലെയോ ഒക്കെ തന്നെ സ്കിന്നിലൊക്കെ ചൊറിച്ചിൽ വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും അതുപോലെയുള്ള വയറിളക്കം പ്രശ്നങ്ങൾ, വയറ് സംബന്ധമായിട്ടുണ്ടാവുന്ന മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റാനും കൂടെ ഇത് മറ്റൊരു രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. ഇത് ശരിയായ അളവിലും ഏത് രീതിയിലും എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് നോക്കാം. പണ്ട് കാലത്ത് മുത്തശ്ശിമാരുടെ ഏറെ പ്രിയങ്കനായിരുന്നു മുത്തങ്ങ എന്നുള്ളത്. ഈ മുത്തങ്ങ എന്നുള്ള പേര് വരാനും വയനാടിൽ നമുക്ക് മുത്തങ്ങ എന്നുള്ളൊരു സ്ഥലമുണ്ട്. അതിന് കാരണം ആ ഭാഗങ്ങളിൽ അധികമായിട്ട് കണ്ടുവരുന്ന ഈ ഔഷധ ചെടി തന്നെയാണ്. നാട്ടിൻപുറങ്ങളിലെ ഒരു സാധാരണ കാഴ്ചയാണ് നമുക്ക് എല്ലാവർക്കും മുത്തങ്ങ. ഇത് ഒരു ഈർപ്പമുള്ള മണ്ണിൽ ധാരാളമായിട്ട് വളരുന്നുണ്ട്. ചെടി പെട്ടെന്നൊക്കെ നശിച്ചു പോകുമെങ്കിലും ഇതിൻ്റെ വേരിനൊന്നും സംഭവിക്കില്ല. ഇതിൻ്റെ കിഴങ്ങ് നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ്. കിഴങ്ങുള്ളതും അല്ലാത്തതും ഉണ്ട്. കിഴങ്ങുള്ളതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ചെടി. ഇതിൻ്റെ തൊലിയും അതുപോലെ നാരുകളും ആ മുടി പോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെത്തിക്കളഞ്ഞിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. പച്ച രൂപത്തിൽ നമുക്ക് കുത്തി ചതച്ചെടുത്തിട്ടൊക്കെ ഉപയോഗിക്കാം. അതല്ലാതെ ഇത് ഉണക്കി പൊടിച്ച രീതിയിൽ പൊടിയായിട്ടും ഉപയോഗിക്കാൻ പറ്റും. കഷായം വെച്ചും അതുപോലെ ഈ ചൂർണവും കഴിക്കാവുന്നതാണ്. ഇത് എങ്ങനെ എന്തിനൊക്കെ എന്നുള്ളത് നമുക്ക് നോക്കാം. പുസ്തം, കടു, ഹിമം, ഗ്രാഹി, തിക്തം, ദീപനപാചനം. ദീപനപാചനമായിട്ടുള്ളതാണ് നമ്മുടെ ശരീരത്തിലെ ദഹന പ്രശ്നങ്ങളൊക്കെ അകറ്റാനും അതുപോലെ അരുചി, നമുക്ക് രുചിയില്ലായ്മ തോന്നുകയൊക്കെ ഉണ്ടല്ലോ, വിശപ്പില്ലായ്മ തോന്നുന്നതും ഇത്തരം പ്രശ്നങ്ങളും മെറ്റബോളിക് പ്രശ്നങ്ങളെയൊക്കെ മാറ്റാൻ സഹായിക്കുന്നുണ്ട്. മുത്തങ്ങ എന്നുള്ളത് ഒരു യൗവനദായക ഔഷധം എന്നുള്ളതാണ്. ഇതിന്റെ കിഴങ്ങ് വയറിളക്കം മാറുന്നതിനും അതുപോലെ മുലപ്പാൽ വർദ്ധിക്കുന്നതിനും നാട്ടു ചികിത്സയിൽ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നതാണ്. ചെറു കിഴങ്ങായിട്ടുള്ളതിൽ ജലാംശം അടങ്ങിയിട്ടുള്ളതിനാൽ ദാഹശമനത്തിന് വളരെ ഉത്തമമാണ്. ഇതിനു പുറമെ കുട്ടികൾക്ക് ഉണ്ടാവുന്ന ദഹനക്ഷയം, വയറുവേദന, ഗ്രഹണി, അതിസാരം ഇവയ്ക്ക് വളരെ നല്ലൊരു പ്രതിവിധിയാണ്. മുത്തങ്ങയുടെ കിഴങ്ങ് ആരും മൊരിയും കളഞ്ഞ് വൃത്തിയായി മോരിൽ തിളപ്പിച്ച് കൊടുക്കാം കുഞ്ഞുങ്ങൾക്കൊക്കെ. കഴുകി വൃത്തിയാക്കി ഉണക്കി പൊടിച്ച് തേൻ ചേർത്ത് കൊടുക്കുന്നതും പതിവാണ്. അതുപോലെ കുട്ടികൾക്ക് മുത്തങ്ങപ്പൊടി ഒരു ഗ്ലാസ് പാലിൽ വെള്ളവും ചേർത്ത് കുറുക്കി കൊടുത്താൽ ദഹനക്കേട്, രുചിക്കുറവ്, വയറുകടി, വയറിളക്കം, അതിസാരം എന്നീ പ്രശ്നങ്ങളൊക്കെ ശമിപ്പിക്കാൻ വളരെ നല്ലതാണ്. ലീഹ, കരൾ, ആഗ്നേയ ഗ്രന്ഥി എന്നിവയെ ബാധിക്കുന്ന രോഗങ്ങൾക്ക് മുത്തങ്ങ വളരെ നല്ലൊരു ഔഷധമാണ് കേട്ടോ. ഇതിലെ കിഴങ്ങുകൾ കഴിച്ചാൽ തന്നെ മുലപ്പാൽ വർദ്ധിപ്പിക്കുന്ന ഏറ്റവും നല്ലൊരു വഴിയാണ്. ഇതിന് കിഴങ്ങിനൊരു കൈപ്പുരസൊക്കെ ആണെങ്കിലും പോഷക ഗുണങ്ങൾ നിരവധിയാണ്. ബുദ്ധിശക്തിക്കും ഓർമ്മശക്തിക്കും എന്നും മികച്ച ഒരു ഓപ്ഷൻ തന്നെയാണ് മുത്തങ്ങ കിഴങ്ങ്. ഇത് കഴിക്കുന്നതിലൂടെ ഓർമ്മശക്തി വർദ്ധിക്കുകയും നമ്മൾക്ക് അൽഷിമേഴ്സിന്റെ സാധ്യതയൊക്കെ കുറയ്ക്കാനും വളരെ നല്ലതാണ്. മുലപ്പാൽ വർദ്ധിപ്പിക്കുന്നതിന് നമ്മൾ മുത്തങ്ങ കിഴങ്ങ് തിളപ്പിച്ച പാലാണ് കേട്ടോ കുടിക്കേണ്ടത്. ഇത് പല രീതിയിൽ ഉപയോഗിക്കും. ഈ ഒരു കാര്യത്തിന് തിളപ്പിച്ച പാൽ എടുക്കുന്നതാണ് നല്ലത്. ഇത് കുഞ്ഞിന്റെ രോഗപ്രതിരോധ ശേഷിക്കും ആവശ്യമായ എല്ലാ പോഷകങ്ങളും ലഭിക്കുകയും കൂടെ നല്ലതായിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അതുകൊണ്ട് ഇത് സംശയിക്കാതെ തന്നെ പ്രസവശേഷം സ്ത്രീകൾക്ക് നൽകാൻ പറ്റുന്ന ഒന്നാണ്. കരൾ രോഗങ്ങൾക്കുള്ള ഒരു പരിഹാര മാർഗമാണ് എന്ന് വേണം പറയാൻ. ഇത് കഴിക്കുന്നതിലെ കരളിലെ ടോക്സിൻസിനെയൊക്കെ പുറന്തള്ളാനും സഹായിക്കുന്നുണ്ട്. പല വിധത്തിലുള്ള ആരോഗ്യ പ്രതിസന്ധികളെയും ഇല്ലാതാക്കി കരൾ നല്ല സ്മാർട്ടാക്കി വെക്കാൻ നല്ലതാണ്. കൃമിശല്യം, വയറിന്റെ അസ്വസ്ഥത എന്നിവയൊക്കെ മാറ്റാനായി മുത്തങ്ങ കിഴങ്ങ് ഇതുപോലെ മോരിൽ ചാലിച്ചു കൊടുക്കാറുണ്ട്. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ട് വലയുന്നവർക്ക് പല വിധത്തിലുള്ള പരിഹാര മാർഗങ്ങളും ഉണ്ടെങ്കിലും ഈ മുത്തങ്ങ കയ്യിലുണ്ടെങ്കിൽ ഇത് അരച്ച് തേനിൽ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. ദഹന സംബന്ധമായ പ്രശ്നങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനും സഹായിക്കുന്ന ഒരു കാര്യമാണിത്. പല വിധത്തിലുള്ള വയറിന്റെ അസ്വസ്ഥതകളെ ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. അതുപോലെ മുത്തങ്ങ പുല്ലിലും കിഴങ്ങിലും എല്ലാം ധാരാളം ഫ്ലാവനോയിഡ്സും ആൽക്കലോയിഡുകളും ഫാറ്റി ഓയിലും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. പ്രസവശേഷം മുലപ്പാൽ വർദ്ധിപ്പിക്കുന്നതിനും ആരോഗ്യത്തിനും ഏറെ സഹായകരമാണ്. അതിൽ ചെറിയ കുട്ടികൾക്ക് വരെ നമുക്കിത് നൽകാൻ പറ്റുന്നതാണ്. ആരോഗ്യകാര്യത്തിൽ അത്രയ്ക്ക് ഗുണങ്ങളുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വന്നത്. കഷായം, കഫ, പിത്താസ്ര, ത്രിഡ്, ജ്വര, അരുചി, ജന്തുഹൃദ് എന്നുള്ളത് ഈ മുത്തങ്ങയെ കുറിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. ഇത് നമുക്ക് ശരീരത്തിൽ
നേരിയ തോതിലൊരു പിത്തത്തെ കൂട്ടും എന്നുള്ളത് കൊണ്ടും അതുപോലെ തന്നെ ജ്വരം വന്നിട്ടുള്ള അല്ലെങ്കിൽ പനിയുള്ള കേസിലൊക്കെ തന്നെ അത് മാറ്റാനും അതുപോലെ കാസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ചുമയൊക്കെ മാറ്റാനായാലും ആസ്മ രോഗികളാണെങ്കിൽ അവർക്കൊക്കെ വളരെ ഹൃദ്യമായിട്ടുള്ളതാണ്. നമുക്ക് ഒരു ടേസ്റ്റ് ഇല്ലാത്ത അരുചി നാവിന് തോന്നുന്നുണ്ട്, അതുപോലെ തന്നെ സ്റ്റൊമക് ഗർഗ്ലിംഗ് പോലുള്ള വയറിനുള്ളിൽ നിന്ന് ചില സൗണ്ടും ബുദ്ധിമുട്ടൊക്കെ കേൾക്കുന്നത് ദഹനം ശരിയാവാണ്ട് വരുമ്പോൾ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ലേ? അപ്പോൾ അതൊക്കെ മാറ്റാനായാലും ഒരു 1/2 ടീസ്പൂൺ ഇതുപോലെ മുസ്ത പൗഡർ, ഇത് ഉണക്കി പൊടിച്ചെടുത്തിട്ടുള്ള പൊടി എടുക്കാം. അതിലേക്ക് 1 ടീസ്പൂണ് തേനും കൂടെ, നല്ല ശുദ്ധമായിട്ടുള്ള ചെറുതേനും കൂടെ ചേർത്തിട്ട് ഒരു 2-3 നേരമായിട്ടൊക്കെ കഴിക്കുന്നത് ഈ ഒരു പ്രശ്നത്തെ പാടെ മാറ്റാൻ നല്ലതാണ്. വയറിൻ്റെയും അതുപോലെ കുടലിൻ്റെയും ഒക്കെ ആരോഗ്യത്തിനും നന്നായിട്ട് ക്ലീൻ ചെയ്യാനും ഒക്കെ തന്നെ സഹായിക്കുന്നതാണ്. വയറുവേദന ബുദ്ധിമുട്ടുകളും അങ്ങനെ ദഹന സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഒരു 10 ഗ്രാം ഈ പൊടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിഴങ്ങ് തിളപ്പിച്ചതായാലും മതി, ഫ്രഷ് കിട്ടാത്തവരാണെങ്കിൽ 10 ഗ്രാം പൊടി എടുക്കാം. എന്നിട്ട് അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് അത് അതിൻ്റെ പകുതിയാക്കി വറ്റിച്ചെടുത്ത് അടച്ചു വെച്ച് വറ്റിക്കണേ. അത് വറ്റിച്ചെടുത്തിട്ട് അതിലേക്ക് അല്പം ഇഞ്ചിപ്പൊടി കൂടെ, ഒരു നുള്ള ഇഞ്ചിപ്പൊടിയും കൂടെ ചേർത്തിട്ട് ചെറു ചൂടോടെ കുടിക്കുന്നത് ഇതുപോലുള്ള വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റാനും കൂടെ നല്ലതാണ്. ഇനി നിങ്ങൾക്ക് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്നുള്ള IBS പ്രശ്നം, അതായത് ഭക്ഷണം കഴിച്ചാൽ ഉടനെ ടോയ്ലറ്റിൽ പോകണം എന്ന് തോന്നുന്ന ആളുകളുണ്ടെങ്കിൽ അത്തരം ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് 1 മുതൽ 3 ഗ്രാം വരെ ഈ ഒരു പൊടി, മുത്തങ്ങയുടെ പൊടി എടുക്കാം. അത് മോരിൽ ചാലിച്ചിട്ട് കഴിക്കാം, അല്ലെങ്കിൽ മോരിൽ ഒരു ഗ്ലാസ് മോരിലൊക്കെ തന്നെ കലക്കിയിട്ട് അത് ഭക്ഷണത്തിന് മുൻപ് കുടിക്കുന്നതും ഇതുപോലുള്ള പ്രശ്നങ്ങളെയൊക്കെ മാറ്റാൻ നല്ലതാണ്. ഇനി ഇത് ഉണ്ടാക്കി, ഇപ്പം നമ്മൾ കഷായമാണെങ്കിലും ഈ മരുന്ന് കൂട്ട് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു 8 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ കുടിക്കാനും കൂടെ ശ്രദ്ധിക്കണേ. മുലപ്പാൽ വർദ്ധിക്കാൻ മാത്രമല്ല, മുലപ്പാൽ ശുദ്ധീകരിക്കാനും കൂടെ അത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഗ്രാഹി എന്നുള്ള ഗുണമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വയറിളക്കമുള്ള ആളുകൾക്ക് വയറിളക്കം മാറ്റാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ അഗ്നിദീപ്തികരവും ദോഷത്തെ പജിക്കുന്നതുമായിട്ടുള്ളതാണെന്ന് പറഞ്ഞു. ഇനി അതുപോലെ വിയർപ്പിച്ച് ജ്വരം കളയാൻ അല്ലെങ്കിൽ നമ്മുടെ പനി കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ മൂത്രത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനും മൂത്രം ഒഴിഞ്ഞു പോകാത്ത അവസ്ഥയുണ്ടെങ്കിൽ മാറ്റാനൊക്കെ നല്ലതാണ്. അതുപോലെ വയറിളക്കം, വയറുകടി, രക്തപ്രവാഹിക, ദഹനക്കുറവ്, ഗ്രഹണി, ഈ അസുഖങ്ങൾക്ക് നമ്മൾ മുത്തങ്ങ കിഴങ്ങ് പൊടിച്ചത് 1 ഗ്രാം മുതൽ 3 ഗ്രാം വരെ 3 നേരം തേനി ചേർത്ത് കഴിക്കണേ. കഷായമാണെങ്കിൽ 25 ഗ്രാം 200 മില്ലി വെള്ളത്തിൽ കഷായം വെച്ച് 50 മില്ലി ആക്കി വറ്റിച്ച് 25 മില്ലി വീതം രാവിലെയും വൈകിട്ടും കുടിക്കാം. അതുപോലെ മുത്തങ്ങ അരച്ച് സ്തനങ്ങളിൽ പുരട്ടിയാൽ തന്നെ മുലപ്പാൽ വർദ്ധിക്കും. ഇനി മുലപ്പാലിന് എന്തെങ്കിലും ദൂഷ്യമുണ്ടെങ്കിൽ അത് മാറിക്കിട്ടാനും നല്ലതാണ്. സ്തനത്തിൽ നിന്ന് മുലപ്പാലിൽ കൂടെ പഴുപ്പ് വരുന്നതോ അല്ലെങ്കിൽ സ്തനത്തിൽ നീരുണ്ടാകുന്നതോ മുലപ്പാലിന് നിറവ്യത്യാസം ഉണ്ടാകുക, ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പാടത്താളിയും മുത്തങ്ങ കിഴങ്ങും സമം ചേർത്ത് കഷായം വെച്ച് 30 മില്ലി വീതം രാവിലെയും വൈകിട്ടും പതിവായി 15 ദിവസം കുടിച്ചാൽ തന്നെ ശമനം കിട്ടും. അതുപോലെ മുത്തങ്ങ അരച്ച് മുലപ്പാൽ ചേർത്ത് കൊടുത്താൽ രക്തത്തോടു കൂടിയ അതിസാരമൊക്കെ ശമിപ്പിക്കാനും നല്ലതാണ്. മുത്തങ്ങ മോരിൽ അരച്ച് തേച്ചാൽ കഴുത്തിലുണ്ടാകുന്ന കുരുക്കൾ മാറിക്കിട്ടും. അതായത് നമുക്ക് സ്ത്രീകളിലൊക്കെ തന്നെ പല ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് ചെറിയ സ്കിൻ ടാഗുകൾ, പാലുണ്ണി പോലെ വരാറുണ്ട് കഴുത്തിന് ചുറ്റുമൊക്കെ. അത് കുറയ്ക്കാൻ ഇത് അരച്ചിടുന്നത് നല്ലതാണ്. നല്ല വെണ്ണ പോലെ അരച്ചിടുന്നത്, 1-2 ദിവസം ഒന്നും അരച്ചിട്ടാൽ അങ്ങനെ മാറ്റം കാണാറില്ല, കുറച്ചധികം നാൾ തന്നെ ഉപയോഗിക്കേണ്ടി വരും. പക്ഷെ എങ്കിലും ഇത് അത്തരം കാര്യങ്ങൾക്കും കൂടെ ഉപയോഗപ്രദമായിട്ടുള്ളതാണ്. ശരീരത്തിലെ ഇത്രയേറെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് നമ്മൾ ഇത് ഉപയോഗിക്കാറുണ്ട്. അതിന് കൂടെ തന്നെ ഇതുപോലുള്ള അമിതമായിട്ടുള്ള വയറും വണ്ണവും ഒക്കെ തന്നെ കുറയ്ക്കാനും കൂടെ നമ്മളെ സഹായിക്കുന്നതാണ്. പെട്ടെന്ന് ഒരു ദിവസം മാറ്റിയെടുക്കാവുന്നതല്ല നമുക്ക് ഉണ്ടായിട്ടുള്ള ഒബേസിറ്റി എന്നുള്ളത്. അത് വളരെ ആരോഗ്യപരമായിട്ട് മാറ്റിയെടുക്കാൻ ഏറ്റവും നല്ലൊരു ഡയറ്റും എക്സസൈസും ഫോളോ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള ഔഷധങ്ങളെയും കൂടെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് പലർക്കും പരിചയമുള്ളതാണെങ്കിലും അതിൻ്റെ ഗുണങ്ങൾ അറിയാതെ തള്ളിക്കളഞ്ഞതായിരിക്കും. അപ്പോൾ ഇനി കണ്ടാൽ വെറുതെ വിടരുത് കേട്ടോ. വളരെ നല്ല ഔഷധമാണ്. നമ്മൾ കുറച്ചെങ്കിലും നട്ടുപിടിപ്പിച്ച് നമ്മൾ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരുപാട് ആവശ്യങ്ങൾക്ക് നമുക്ക് പല മരുന്നിനെയും ആശ്രയിച്ച് ഓടുന്ന സമയത്ത് ഇതുപോലുള്ള മുത്തങ്ങ കിഴങ്ങ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൻ്റെ പൊടിയാണെങ്കിലും നിങ്ങൾക്ക് അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിക്കാം, അല്ലെങ്കിൽ ഉണക്കിയെടുത്ത മുത്തങ്ങ കിഴങ്ങുകൾ തന്നെ വാങ്ങിക്കാനായിട്ട് കിട്ടും. നമുക്ക് വീട്ടിൽ പൊടിച്ചെടുക്കാവുന്നതുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുമെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.